الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المصومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ഏത് സമയത്ത് എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുവാനുള്ള മഹാഭാഗ്യം നൽകി റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാനിലെ 14-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. കഴിഞ്ഞ 2 ഖുത്ബകളിലായി ഈമാൻ വർദ്ധിക്കാനുള്ള നിമിത്തങ്ങൾ, കാരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിലെ മറുവശം കൂടി നാം അറിയേണ്ടതുണ്ട്. ഈമാൻ കുറയാനുള്ള പല കാരണങ്ങളും പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. വ്യത്യസ്തമായ സാഹചര്യങ്ങളാൽ, കാരണങ്ങളാൽ ഈമാൻ കുറയുമെന്ന് വിശുദ്ധ ഖുർആനിൽ പ്രവാചക വചനങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. പ്രധാനമായും ഈമാൻ കുറയാനുള്ള നിമിത്തങ്ങളിൽ ഒന്ന്, ഈമാനികമായ അന്തരീക്ഷത്തിൽ നിന്ന് മാറി അല്ലാത്ത അന്തരീക്ഷങ്ങളിലേക്ക് ഒരു മനുഷ്യൻ ഇടപഴകുമ്പോൾ സ്വാഭാവികമായും അവന്റെ ഈമാൻ കുറയുമെന്നാണ്. ഉപദേശങ്ങൾ ലഭിക്കാത്ത, നല്ല സഹവാസങ്ങളില്ലാത്ത, മോശമായ ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ, അത്തരം സാഹചര്യങ്ങളിലാണ് ഒരു മനുഷ്യൻ ഇടപഴകുന്നത് എങ്കിൽ
അവരെ ഈമാൻ സ്വാഭാവികമായി കുറഞ്ഞുകൊണ്ടിരിക്കും. മുൻകാല വേലക്കാരെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, അവരെടുത്തു പറഞ്ഞുകൊണ്ട് നമ്മോട് അല്ലാഹു തആല പറഞ്ഞു, ലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. വിശ്വാസികളായ ആളുകൾക്ക് സമയമായില്ലയോ പടച്ച റബ്ബിനെ ഓർത്ത് മനസ്സു പാകപ്പെടാൻ, വിനയപ്പെടാൻ അവർക്ക് സമയമായിട്ടില്ലേ? വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെപ്പോലെ ആകാതിരിക്കുവാനും സമയമായിട്ടില്ലേ? ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. അവർക്ക് കാലം നീണ്ടുപോയി, അങ്ങനെ ഹൃദയം കടുത്തുപോയി, അവരിൽ മഹാഭൂരിപക്ഷം ആളുകളും ഫാസിഖുകളായി, തെമ്മാടികളായി, തോന്നിവാസികളായി മാറി എന്ന് അല്ലാഹു തആല മുൻകാല വേദക്കാരെ കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, അവരെപ്പോലെ ആകാതിരിക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ എന്ന്. നമ്മുടെ ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ പ്രധാനമാണ്. ദീനിയായ സാഹചര്യമല്ലാത്ത സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യൻ ഇടപഴകുന്നത് എങ്കിൽ, വിശിഷ്യ ഹറാമുകൾക്കിടയിൽ, തോന്നിവാസങ്ങൾക്കിടയിൽ വെറും അശ്ലീലങ്ങളും അതുപോലെയുള്ള ഹറാമുകളും നിറഞ്ഞ കുടുംബാന്തരീക്ഷമാണ് നമ്മുടെ വീട്ടിലെങ്കിൽ, ആ വീട്ടിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ഈമാൻ കുറയും. ഇടപഴകുന്ന ആളുകളെല്ലാം ദീനുള്ളവരല്ല, തിന്മയും തോന്നിവാസവും നിറഞ്ഞവരാണ്. വെറും കളിയും ചിരിയും തമാശകളും അശ്ലീലയും മാത്രമായിട്ടാണ് പോകുന്നത് എങ്കിൽ അവിടെ ഈമാൻ കുറയുമെന്ന് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമതൊരു കാരണമുള്ളത്, ദുനിയാവുമായുള്ള ബന്ധം വർദ്ധിക്കുന്നതനുസരിച്ച് ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. ദുനിയാവ് വേണം വേണ്ട എന്നല്ല, പക്ഷെ മനസ്സിന്റെ ബന്ധം ദുനിയാവിനോട് എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് ഈമാനിൽ കുറവ് വന്നുകൊണ്ടേയിരിക്കും. സമ്പത്ത്, അതേപോലെ സൗകര്യങ്ങള്, ഇണകള്, സന്താനങ്ങള് തുടങ്ങി ദുനിയാവിന്റേതായി നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളുമായി മനസ്സ് കൂടുതൽ കൂടുതൽ അടുക്കുന്തോറും ഈമാനിലാണ് അതിൽ കുറവ് വരിക. ഓതിവെച്ച ആയത്ത് അതേക്കുള്ള സൂചനയാണ്. സുയ്യിദിന്നാസി ഹുബ്ബുശ്ശഹവാതി മിൻ നിസാഇ വൽ ബനീൻ വൽ ഖനാതിരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമ വൽ അൻആമി വൽ ഹർസ്. അല്ലാഹു തആല എണ്ണി പറഞ്ഞു, ആളുകൾ എപ്പോഴും അവർക്ക് ശഹവാത്തുകളാണ്, ഇച്ഛകളുടെ പിന്നാലെയാണ് പോകുന്നത്. അതാണ് അവർക്ക് നന്നായി കാണിക്കപ്പെടുന്നത്. ഒന്ന് മിനൻ നിസാഇ, സ്ത്രീകൾ, ഇണകൾ, അതേപോലെ വൽ ബനീന, മക്കൾ, വൽ ഖനാതിരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, സ്വർണമായും വെള്ളിയായും കൂമ്പാരമാക്കി വെക്കപ്പെട്ട സമ്പാദ്യങ്ങൾ, കൂമ്പാരങ്ങൾ, അതുപോലെ വൽ ഖൈലിൽ മുസവ്വമതി, അവർക്ക് തയ്യാറാക്കി വെക്കപ്പെട്ട കുതിരകൾ, വൽ അൻആമി വൽ ഹർസി, കന്നുകാലികൾ, കൃഷികൾ. ഭൗതികമായ വ്യത്യസ്തമായ വരുമാന സ്രോതസ്സുകളാണ് ഈ പഠിപ്പിക്കപ്പെട്ടത്. കന്നുകാലികളായും കുതിരകളായും, അത് അന്നത്തെ വാഹനമാണ് കുതിര എന്നുള്ളത്. അന്നത്തെ വലിയ സമ്പാദ്യമാണ് സ്വർണം, വെള്ളി എന്നത്. ഇങ്ങനെയുള്ള സമ്പത്തിന്റെ വ്യത്യസ്തമായ മേഖലകൾ, സോഴ്സുകൾ, അതൊക്കെ ആളുകൾക്ക് സുയ്യിദിന്നാസ്, ജനങ്ങൾക്ക് അതെല്ലാം അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. ഇതിനോടെല്ലാമുള്ള ഇഷ്ടമെന്നത് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം അല്ലാഹു പറഞ്ഞു, ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ, എന്നാൽ ഇതെല്ലാം ഐഹികമായ ജീവിതത്തിലെ വിഭവങ്ങൾ മാത്രമാകുന്നു. ദുനിയാവിൽ ഒരു രസത്തിന് വേണ്ടി, ആനന്ദത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സംവിധാനങ്ങൾ മാത്രമാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, റബ്ബിന്റെ പക്കലാണ് ഏറ്റവും നല്ല പര്യവസാനമുള്ളത്, മടക്കസ്ഥാനമുള്ളത് എന്നാണ് അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഈമാൻ കുറയാൻ ഇതിനോടെല്ലാമുള്ള ബന്ധങ്ങൾ വർദ്ധിക്കൽ പലപ്പോഴും കാരണമായി മാറും. ഇതൊക്കെ ദുന്യവിയായ ചില സൗകര്യങ്ങൾ മാത്രമാണ് എന്നും, യഥാർത്ഥ ജീവിതം പരലോകത്താണ് എന്നും, സ്വർഗം ലഭിക്കണമെന്നും, അതിന് വികാരമാവാത്ത രൂപത്തിൽ ഇതൊക്കെ ഉപയോഗിക്കാവൂ എന്നുമുള്ള
തിരിച്ചറിവാണ് ആ രംഗത്ത് വിശ്വാസിക്കുണ്ടാവേണ്ടത്. മൂന്നാമതായി അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയുള്ള അമിതമായ ചില ഇടപെടലുകൾ, അതും പലപ്പോഴും ഈമാൻ കുറയ്ക്കുന്ന കാര്യമാണ് എന്നാണ്. അൽ ഇഫ്റാത്തു ഫിൽ അക്ലി വന്നൗമി എന്നൊക്കെ ഹദീസിൽ കാണാം. ധാരാളമായി ഭക്ഷണം കഴിക്കുക, ധാരാളമായി ഉറങ്ങുക, ഇതൊക്കെ ഈമാൻ കുറയാനുള്ള കാരണമാണ്. എപ്പോഴും ഭക്ഷണപ്രിയനായി മാറുക, എമ്പാടും കഴിക്കുക, കിട്ടിയതൊക്കെ വാരി വലിച്ച് തിന്നുന്ന ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നല്ല ശീലമൊന്നുമല്ല. നബി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ നിറയ്ക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും ദുഷിച്ച പാത്രം അവന്റെ വയറാകുന്നുവെന്നാണ്. മാ മല ഇബ്നു ആദമ വിആഅൻ ശർറൻ മിൻ ബത്നിഹി, ഒരു മനുഷ്യൻ അവന്റെ വയറിനേക്കാളും മോശമായ ഒരു പാത്രത്തിലും അവൻ നിറക്കുന്നില്ല എന്നാണ്. നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായ പാത്രം മനുഷ്യന്റെ വയറാണ്. അതുകൊണ്ട് അതെപ്പോഴും നിറച്ചു നിൽക്കുക എന്നുള്ളത് നല്ല കാര്യമൊന്നുമല്ല. സ്വാഭാവികമായും ഇബാദത്തിന് അതുകൊണ്ട് ചില തടസ്സങ്ങൾ വരും, ഈമാനിൽ അത് സ്വാധീനമുണ്ടാക്കും. അതുകൊണ്ടാണ് എപ്പോഴും ഈമാനിന്റെ വർദ്ധന പറയുമ്പോഴൊക്കെ വയറ് കാലിയാക്കുക എന്നത് പ്രത്യേകമായി ലക്ഷണമായി എടുത്തു പറഞ്ഞത് കാണാൻ കഴിയും. വയറ് നിറക്കുന്തോറും ഈമാനിന്, തഖ്വക്ക്, ഇബാദത്തിന് എല്ലാം തടസ്സമായിട്ടാണ് ഉണ്ടാവുക. അവന് ആലസ്യം കൂടും, അവന് അലസത വർദ്ധിക്കും, പലതിനും വേണ്ട ഒരു ഉന്മേഷമില്ലാതെ കൂടുതൽ ചടഞ്ഞുകൂടി ഉറങ്ങിക്കഴിഞ്ഞുകൂടാനാണ് പലപ്പോഴും അത് നിമിത്തമായി മാറുക. ആ രംഗത്ത് ഒരു ശ്രദ്ധ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ നിന്ന് അകന്നു നിൽക്കുക. ഖുർആൻ പാരായണമില്ല, ഖുർആനുമായി ബന്ധമില്ല, ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ല, ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചകളില്ല. ഖുർആനുമായി ബന്ധം വിട്ടുപോകും തോറും ഈമാൻ കുറയുമെന്ന് പ്രത്യേകമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. മുസാഹബത്തു റുഫഖാഇസ്സു, ദുഷിച്ച കൂട്ടുകെട്ടുകൾ ഒരാളുടെ ഈമാൻ കുറക്കുന്ന കാര്യമാണ്. അവന്റെ ബന്ധങ്ങളൊക്കെ മോശപ്പെട്ട മനുഷ്യന്മാരുമായിട്ടാണ്. കച്ചവട ബന്ധങ്ങളാണെങ്കിലും അയൽപ്പക്കമാണെങ്കിലും ഇടപഴകുന്ന മേഖലയെല്ലാം ദുഷിച്ച മനുഷ്യന്മാരാണ്. അവർക്കിടയിലാണ് ജീവിക്കുന്നത് എങ്കിൽ ഈമാൻ കൂടാൻ അവിടെ സാഹചര്യമൊന്നുമില്ല. ഈമാൻ കുറയാനാണ് ഈ സാഹചര്യങ്ങൾ പലപ്പോഴും അവന് നിമിത്തമായി മാറുക. അതേപോലെ ദീന് അറിയാതിരിക്കുക, പഠിക്കാതിരിക്കുക. അള്ളാഹിനെ കുറിച്ച് അറിയില്ല, ദീനിയായ കാര്യങ്ങൾ അറിയില്ല, ക്ലാസുകൾ കേൾക്കുന്നില്ല, പള്ളികളുമായി ബന്ധപ്പെടുന്നില്ല, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല എങ്കിൽ ആ അറിവില്ലായ്മ ഒരു മനുഷ്യന്റെ ഈമാൻ കുറയാൻ നിമിത്തമായി മാറുമെന്നാണ്. ഇതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചു പോയില്ല എങ്കിൽ ഈമാനിൽ കുറവ് വരും. ഈമാൻ ദുർബലത, ഈമാൻ ദുർബലത വരുമെന്നാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആ രംഗത്ത് നല്ല ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതല്ലെങ്കിൽ എപ്പോഴും നഷ്ടമായി മാറുമെന്നത് നാം തിരിച്ചറിയണം. പരിഹാര മാർഗങ്ങൾ നേരെ മറുവശങ്ങളാണ്. കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ച ഈമാൻ വർദ്ധിക്കാനുള്ള കാരണമായി പറഞ്ഞ 4-5 കാരണങ്ങൾ, അത് പ്രാവർത്തികമാക്കൽ പരിഹാര മാർഗമാണ്. നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ചുള്ള സ്മരണ ഈ ഒരു വഖഫിനെ പരിഹരിക്കാനുള്ള മാർഗമാണ്. മരിക്കുമെന്ന ഓർമ്മ, അക്സിറു ദിക്റ ഹാദിമിൽ ലല്ലാത്ത്, നബി തങ്ങൾ പറഞ്ഞുവല്ലോ, മരിക്കുമെന്നത് നിങ്ങൾ എപ്പോഴും ധാരാളമായി ഓർക്കണേ എന്നാണ്. മരണചിന്ത വർദ്ധിപ്പിക്കൽ, മരണസ്മരണ വർദ്ധിപ്പിക്കൽ ഈ ദൗർബല്യം പരിഹരിക്കാനുള്ള പരിഹാര മാർഗമാണ്. ദുനിയാവിന്ന് പോകുമെന്ന ഒരു യാത്രയുണ്ട് എന്ന, റബ്ബിലേക്ക് മടങ്ങാനുണ്ട് എന്ന ആ ഒരു ബോധം, അതാണ് ഇതിനൊക്കെയുള്ള പരിഹാര മാർഗങ്ങൾ. അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ അത് ഒരു പരിഹാര മാർഗമാണ്. വലിയ വലിയ ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുക, ദുന്യവിയായ ആഗ്രഹങ്ങളെ കുറക്കുക. വലിയ വീട് വേണം, വലിയ സമ്പാദ്യം വേണം, വലിയ സൗകര്യങ്ങൾ വേണം, ഒന്ന് കഴിയുമ്പോൾ ഒന്ന്, അത് കഴിയുമ്പോൾ മറ്റൊന്ന്, അങ്ങനെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോവുക എന്നത് ശരിയല്ല. നേരത്തെ ഓതി വെച്ച ആയത്ത് അവസാനം പറഞ്ഞുവല്ലോ, ഇതൊക്കെ ദുന്യവിയായ ഐഹികമായ സൗകര്യങ്ങൾ മാത്രമാണ്. അതാവട്ടെ വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഐഹികമായ ജീവിതം എന്നത് വഞ്ചനാ വിഭവങ്ങൾ മാത്രമാണ്. വലിയ വലിയ സ്വപ്നങ്ങൾ ഒന്നേ പിറകെ ഒന്നായി നെയ്തെടുക്കുകയല്ല വേണ്ടത്. അത്യാവശ്യമുള്ള സൗകര്യങ്ങൾ വേണം, ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ വേണം. അതിനപ്പുറത്തേക്ക് പിന്നെയും ഒരുപാട് സ്വപ്നം കണ്ട് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, അത് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്ന്, അങ്ങനെ ദുന്യാവിന്റെ പിന്നാലെ പോയി സ്വപ്നങ്ങൾക്ക് പിന്നാലെ സ്വപ്നങ്ങളായി മുന്നോട്ട് പോകുന്നുവെങ്കിൽ പിന്നെ ഈമാൻ ശരിയാക്കിയെടുക്കാനും പരലോകത്തേക്ക് ഒരുങ്ങാനുമൊന്നും ഒരു സാഹചര്യം ഉണ്ടാവുക ഇല്ല. അതൊക്കെ
ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് വേണം. മറ്റൊന്ന് മുഹാസബത്തുൻ നഫ്സ്, ഒരു ആത്മ വിമർശനം നടത്തുക, സ്വയം പരിശോധന, സ്വയം വിചാരണ നിർവഹിക്കുക. അവനാനെപ്പറ്റി അവനാൻ ഒന്ന് ആലോചിക്കുക, എന്താണ് എന്റെ അവസ്ഥ. വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, അല്ലാഹനെ സൂക്ഷിക്കണേ, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്നല്ല പറഞ്ഞത്. ഞാൻ എന്നെപ്പറ്റി ചിന്തിക്കുക, നാളേക്ക് വേണ്ടി എന്താണ് വിഭവമുള്ളത്. ഇന്ന് യാത്ര പോകേണ്ടി വന്നാൽ, ഇന്ന് പരലോകത്തേക്ക് യാത്രയാകേണ്ടി വന്നാൽ എന്താണ് കൈവശമുള്ളത്. നാളേക്ക് വേണ്ടി എന്താണ് മുന്തിച്ചു വെച്ചത്, ചെയ്തു വെച്ചത് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്ന് അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ആ ഒരു ആത്മപരിശോധന, എന്റെ കയ്യിൽ എന്തുണ്ട്, ഇന്ന് പോകേണ്ടി വന്നാൽ എന്താണ് സമ്പാദ്യമായി കൊണ്ടുപോകാനുള്ളത്, എന്റെ ഈമാന്റെ അവസ്ഥ എന്താണ്, എന്റെ വിശ്വാസത്തിന്റെ അവസ്ഥ എന്താണ്, തൗഹീദിന്റെ വിഷയത്തിൽ എന്റെ സാഹചര്യം എന്താണ്, അഴ്മാലുകൾ, ഇബാദാത്തുകൾ എത്ര കണ്ടുണ്ട്, തിന്മകൾ, തോന്നിവാസങ്ങൾ എത്ര കണ്ടുണ്ട്. ഇന്ന് യാത്ര പോകേണ്ടി വന്നാൽ, ഇന്ന് എന്റെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വന്നാൽ എന്താണ് എനിക്കവിടെ നേരിടേണ്ടി വരുന്ന സാഹചര്യം എന്ന ഒരു ആത്മപരിശോധന നിർവഹിക്കൽ പരിഹാര മാർഗമാണ്. അപ്പൊ സ്വാഭാവികമായും ഈമാൻ വർദ്ധിക്കാനുള്ള വഴികൾ അവൻ തേടും. ഈ തെറ്റായ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അവൻ മാറി നിൽക്കും. അതുവഴി അവന്റെ ഈമാന്റെ ദൗർബല്യത്തെ പരിഹരിക്കാനും ഈമാൻ വർദ്ധിപ്പിക്കാനും ഇവർ സാധിക്കും. അത്തരം പരിഹാര മാർഗങ്ങൾ കൂടി നാം ജീവിതത്തിൽ പ്രത്യേകമായി പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂചിപ്പിക്കപ്പെട്ട പോലെ ഈമാൻ വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും. അനുകൂലമായ നിമിത്തങ്ങളാൽ ഈമാൻ കൂടും, പ്രതികൂലമായ നിമിത്തങ്ങളാൽ ഈമാൻ കുറയുകയും ചെയ്യും. അഹ്ലുസുന്നയുടെ അഖീദയിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്ന വിശ്വാസം. നമ്മുടെ ഈമാൻ കുറഞ്ഞുവെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഈമാൻ കുറവുണ്ട്, ഈമാൻ താഴോട്ടാണ് എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അത് ചില പ്രകടമായ അടയാളങ്ങളെ, പ്രമാണങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹി പണ്ഡിതന്മാരൊക്കെ ധാരാളമായി അതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അഅ്മാലുൽ ഖുലൂബ് പോലുള്ള ഗ്രന്ഥങ്ങളിൽ എടുത്തു പറഞ്ഞതും കാണാൻ കഴിയും. അതിന് പ്രധാനപ്പെട്ട ഒന്ന്, തെറ്റുകൾ ചെയ്യുമ്പോൾ ഗൗരവം നഷ്ടപ്പെടുക. അത് ഈമാൻ കുറഞ്ഞതിന്റെ ഒരു അടയാളമാണ്. തിന്മകൾ കണ്ടാൽ, തിന്മ കേട്ടാൽ, തിന്മ ചെയ്താൽ ഒന്നും പ്രത്യേകിച്ച് അവർക്കൊന്നും തോന്നുന്നില്ല എന്ന സാഹചര്യം ഉണ്ടാവുക. എത്ര വലിയ ഹറാമാണെങ്കിലും, എത്ര വലിയ ശിർക്കും കുഫ്റുമാണെങ്കിലും അതൊന്നും അവന് പ്രത്യേകിച്ച് സ്വാധീനമുണ്ടാക്കുന്നില്ല. തെറ്റ് ചെയ്യാൻ വലിയ മനപ്രയാസമില്ല. തെറ്റുകൾ ചെയ്താൽ പ്രത്യേകിച്ച് അതുകൊണ്ടൊരു മനസാക്ഷിക്കുത്തവൻ അനുഭവിക്കുന്നില്ല. നബി തങ്ങൾ പറഞ്ഞു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചരിക്കുന്നവൻ മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കുകയില്ല, മോഷ്ടിക്കുന്നവൻ മുഅ്മിനായിക്കൊണ്ട് മോഷ്ടിക്കുകയില്ല, മദ്യപിക്കുന്നവൻ മുഅ്മിനായിക്കൊണ്ട് മദ്യപിക്കുകയുമില്ല എന്നാണ് ഹദീസിന്റെ പൂർണ്ണമായ ഭാഗം. അത് ഈമാൻ ഉള്ളവന് ചെയ്യാൻ കഴിയില്ല ഈ തിന്മകൾ. പക്ഷെ ഈ തിന്മകൾ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അതിനർത്ഥം ഈമാനിൽ എവിടെയോ പന്തികേടുണ്ട്, ഈമാൻ ചില കുറവുകൾ വന്നിട്ടുണ്ട് എന്നാണ്. അപ്പൊ തിന്മകൾ അവന് ഒരു പ്രശ്നമല്ലാതായി മാറുന്നു. ഒരു കളവ് പറയേണ്ടി വന്നു,
ഒരു പരിഹസിക്കേണ്ടി വന്നു, ഹറാമുകളിലൂടെ ചെലവഴിക്കേണ്ടി വന്നു, സമ്പാദിക്കേണ്ടി വന്നു. അതൊന്നും പ്രത്യേകിച്ച് ഒരു മനസ്സാക്ഷി കുത്തില്ല, അതൊന്നും ഒരു പ്രത്യേക സ്വാധീനമുണ്ടാക്കുന്നില്ല. അതിനർത്ഥം തന്നെ ഈമാനിൽ കുറവ് വന്നിട്ടുണ്ട് എന്നാണ്. അതേപോലെ മറുവശം നന്മകൾ ചെയ്യാൻ ഭാരം അനുഭവപ്പെടുക, അതും ഈമാന്റെ കുറവാണ്. നന്മകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ആസ്വദിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. നന്മകൾക്ക് എപ്പോഴും പ്രയാസമാണ്, ഭാരമാണ്. നന്മയുടെ ഓരോ സാഹചര്യം വരുമ്പോഴും ഇനിയിപ്പത് ചെയ്യണമല്ലോ, ഇനത് വേണമല്ലോ എന്നോർത്ത് ഒരു മനമില്ലാ മനസ്സോടെ ഒരു ഭാരം പേറുന്ന മട്ടിലാണ് പലപ്പോഴും അവൻ ചെയ്യുന്നത് എങ്കിൽ അതും ഈമാന്റെ കുറവാണ്. കപടവിശ്വാസികൾ മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അല്ലാഹു പറഞ്ഞുവല്ലോ, അവര് നിസ്കരിക്കാതെന്നാൽ പോലും ഇദാ ഖാമു ഇലാ സ്വലാത്തി ഖാമു കുസാല, നിസ്കരിക്കാതെന്നാൽ പോലും അലസന്മാരായിക്കൊണ്ടാണ് അവർ നിൽക്കുക. യുറാഊനന്നാസ് വലാ യദ്കുറുല്ലാഹ ഇല്ലാ ഖലീല, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവർ നിസ്കരിക്കുന്നത്. വളരെ അപൂർവമായി മാത്രമേ ആ നിസ്കാരത്തിൽ അള്ളാഹിനെ കുറിച്ച് ഒരു ഓർമ്മയുണ്ടാകുള്ളൂ എന്ന് അള്ളാഹ് എടുത്തു പറഞ്ഞത്. നന്മകൾ ചെയ്യാൻ വല്ലാത്തൊരു ഭാരം, നിസ്കരിക്കാൻ കഴിയുന്നില്ല. ഒരു തക്കം കിട്ടിയാൽ നിസ്കാരത്തിന് പിറകോട്ട് പോകുന്നു, പള്ളിക്ക് വരാൻ സാധിക്കുന്നില്ല, സുന്നത്തുകൾ നിസ്കരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഏത് നന്മയിലേക്ക് വരുമ്പോഴും അതൊരു ഭാരമായി അനുഭവപ്പെടുക. ചിലതൊക്കെ ചെയ്യുന്നുണ്ടാകും, പക്ഷെ അത് അറിഞ്ഞുകൊണ്ടും മനസ്സറിഞ്ഞും ഉൾക്കൊണ്ടുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടുമല്ല പലപ്പോഴും ചെയ്യുന്നത്. ഒക്കെ ആർക്കോ വേണ്ടി ചെയ്യാം, ഒരു കടമ നിർവഹിക്കുക, ആർക്കോ വേണ്ടി ചെയ്തു തീർക്കുന്ന പോലെയാണ് അവൻ മുന്നോട്ട് പോകുന്നത് എങ്കിൽ അത് ഈമാനിന്റെ കുറവാണ് അവൻ അറിയിക്കുന്നത്. മൂന്നാമത് അത്തനാഫുസു ഫിദ്ദുനിയ, ദുനിയാവിന്റെ കാര്യത്തിൽ വലിയ മത്സരം. ദുനിയാവിന്റെ കാര്യത്തിൽ മറ്റുള്ളവരുമായി മത്സരിക്കുക, അവനേക്കാൾ ഏറെ മുന്നോട്ട് പോകണം. അവന് വീട് വെച്ചു, അത് ഏറെ വലിയ വീട് വെക്കണം. അവന് വാഹനം വാങ്ങി, അതിനും വലിയ വാഹനം വാങ്ങണം. അങ്ങനെ തുടങ്ങി ദുനിയാവിന്റെ കാര്യത്തിൽ പലപ്പോഴും മറ്റുള്ളവരെക്കാൾ മത്സര ബുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈമാന്റെ കുറവാണ് അതറിയിക്കുന്നത്. നാലാമതായി ദുഷിച്ച സ്വഭാവങ്ങൾ ഉണ്ടായി വരിക ഈമാന്റെ കുറവാണ്. ദുഷിച്ച സ്വഭാവങ്ങൾ, അസൂയ കൂടുക, കളവ് പറയൽ വർദ്ധിക്കുക, അതേപോലെ പരിഹാസങ്ങൾ വർദ്ധിക്കുക, ഇങ്ങനെ തുടങ്ങി അഹങ്കാരം, പൊങ്ങച്ചം ഇതൊക്കെ കൂടി വരുന്നുവെങ്കിൽ ഈമാൻ കുറയുന്നു എന്നൊരടയാളമാണ്. വലിയ കിബർ സ്വയം തോന്നുക, ഒരു അഹങ്കാരം തോന്നുക, അസൂയ ഉണ്ടാവുക, പൊങ്ങച്ചമുണ്ടാവുക, വിദ്വേഷം വെച്ച് പുലർത്തുക, ദേഷ്യം കൂടുക, ഇതൊക്കെ ഈമാൻ കുറയുന്നതിന്റെ ലക്ഷണങ്ങളാണ്. അത്തരം കാര്യങ്ങൾ നമ്മിൽ ഉണ്ട് എങ്കിൽ നാം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അതുപോലെയുള്ള തെറ്റായ പ്രവണതകളെല്ലാം ഈമാന്റെ കുറവിനെ സൂചിപ്പിക്കുന്നു. അവൻ സ്വയം തോന്നും ഈമാൻ കുറയുന്നു, അതും ഇതിന്റെ ഭാഗം തന്നെയാണ്. ഈമാൻ കുറവ് വന്നിട്ടുണ്ട്, തഖ്വ കുറഞ്ഞിട്ടുണ്ട്, ആ പഴയ പോലെ ഇപ്പൊ തഖ്വയിലേക്കൊന്നും വരാൻ സാധിക്കുന്നില്ല എന്ന് സ്വയം തോന്നുകയും ചെയ്യും, അതും അടയാളം തന്നെയാണ്, ഈമാന്റെ ഭാഗം തന്നെയാണ്. ഈമാൻ കുറയുമ്പോ സ്വയം തോന്നുക, എന്താണെന്നറിയില്ല, നന്മകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, തിന്മയിലേക്കാണ് മനസ്സ് പോകുന്നത്, നല്ല മനുഷ്യന്മാരുമായിട്ടല്ല ബന്ധങ്ങളൊക്കെ, ദുഷിച്ച വഴിക്കാണ് എപ്പോഴും മനസ്സ് താല്പര്യപ്പെട്ടു പോകുന്നത്, ഈമാൻ കുറയുന്നുണ്ട് എന്ന് സ്വയം തിരിച്ചറിയാൻ കഴിയുമെന്നാണ്. നമ്മളെപ്പറ്റി ഒരു ആത്മപരിശോധന, ഒറ്റക്കിരുന്ന് സ്വന്തം ആലോചിച്ച് ഓരോരുത്തരും സ്വയം ഒരു ആത്മപരിശോധന നിർവഹിക്കുക. എന്താണ് എന്റെ ഈമാന്റെ ഗ്രാഫ്, അത് കൂടുന്നുണ്ടോ അല്ലെ കുറയുന്നുണ്ടോ എന്ന് ആലോചിക്കുകയും ഈമാൻ കുറയാൻ നിമിത്തമായിട്ടുള്ള സാഹചര്യം എന്താണോ ആ സാഹചര്യം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ എന്താ ഉണ്ടായിരുന്നത്, അത് തിരുത്താൻ ശ്രമിച്ചാൽ മാത്രം മതി. എനിക്കെന്തുകൊണ്ട് ഈമാൻ കുറഞ്ഞു അത് എനിക്കറിയാം, ഓരോരുത്തർക്കും അറിയാം. ഈമാൻ കുറയാൻ കാരണം എന്താണ് എന്ന് അവനവനറിയാം, പടച്ചറപ്പിനും അറിയാം. അത് മനസ്സിലാക്കി ആ തിരുത്താളെ തിരുത്തുക, അത് വർദ്ധിപ്പിക്കാനുള്ള വഴികൾ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കിയോ ആ വഴികളെ ബോധപൂർവം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക. ഈമാൻ ഇല്ലാതെ സ്വർഗത്ത് പോവുകയില്ല, സംശയം വേണ്ട. മുഅ്മിനീങ്ങൾക്കാണ് സ്വർഗം. ഉഇദ്ദത് ലിൽ മുഅ്മിനീൻ, ഈമാനുള്ളവർക്കാണ്, മുഅ്മിനീങ്ങൾക്കാണ് സ്വർഗം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ഈമാനിന്റെ ഏറ്റവ്യത്യാസം തന്നെയാണ് നരക സ്വർഗത്തെ തീരുമാനിക്കുന്ന അടിസ്ഥാന ഘടകം. അതുകൊണ്ട് മരിക്കുമെന്നത് ഉറപ്പാണ്, മരിച്ചാൽ റബ്ബിനെ കണ്ടുമുട്ടും ഉറപ്പാണ്, പരലോകം സത്യമാണ്, മഹ്ശർ സത്യമാണ്, വിചാര സത്യമാണ്, മീസാൻ സത്യമാണ്, സിറാത്ത് സത്യമാണ്, നരകം സത്യമാണ്, സ്വർഗം സത്യമാണ്. നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഇന്നത്തോടെ ആ ലോകത്തേക്കുള്ള യാത്ര നമുക്ക് ആരംഭിക്കേണ്ടി വന്നേക്കാം. നാം ഇന്ന് മരിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും സാധ്യതയുണ്ട്. ആ യാത്ര ഇന്ന് ആരംഭിച്ചേക്കാം.
ഈ ദിവസം അവസാനിക്കും മുമ്പ് നമ്മുടെ ആയുസ് അവസാനിച്ച് പരലോകത്തേക്കുള്ള യാത്ര പക്ഷേ തുടങ്ങിയേക്കാം. ഇന്ന് മഗ്രിബോടുകൂടി ഇശാഓടുകൂടി ഒരുപക്ഷെ കബറിൽ കൊണ്ടുപോയി മറവ് ചെയ്യപ്പെട്ടേക്കാം നമ്മിൽ ചിലരേക്ക്. ആ മരണസമയം മുതൽ അനുഭവിക്കാൻ ആരംഭിക്കുന്ന ലോകത്തെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. എപ്പോഴാണ് അവന്റെ ആയുസ് അവസാനിക്കുന്നത്, ആ നിമിഷം മുതൽ അവൻ അനുഭവിക്കാൻ തുടങ്ങുന്ന ഒരു ലോകമാണ് ബർസഖും ആഖിറവും ഒക്കെ. അത് സത്യമാണ്. നമ്മൾ എന്തൊക്കെ നിഷേധഭാവങ്ങൾ കാട്ടിയാലും, ഉണ്ടാവില്ല എന്ന് സ്വയം സമാധാനിച്ചാലും, പരിഹസിച്ച് തള്ളിയാലും ശരി, ഇത് യാഥാർത്ഥ്യമാണ്. ഇന്ന് വൈകുന്നേരമാകുമെന്നത് സത്യമാണെങ്കിൽ അതിലേറെ വലിയ സത്യമാണ് നമ്മൾ മരിക്കുമെന്നത്, അല്ലാഹുവിന്റെ മുമ്പിൽ വരുമെന്നത്. എല്ലാവരും സുമ്മ ഇലൈനാ തുർജഊൻ, നമ്മിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക എന്ന് എത്ര ശൈലികളാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞത്. ആ മടക്കമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായി പുലരും എങ്കിൽ അവിടെ രക്ഷപ്പെടണമെന്ന ആ തിരിച്ചറിവാണ്, ആ തീരുമാനമാണ് സഹോദരങ്ങൾ നമുക്ക് വേണ്ടത്. സ്വയം തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു തആല വഴി എളുപ്പമാക്കി തരും. ബാക്കി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാന്റെ വഴിയിൽ തന്നെ ജീവിതം ക്രമീകരിച്ച് പരിപൂർണമായ മുഅ്മിനീങ്ങളായി ജീവിച്ചു മരിച്ച് സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله.